ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഷാനാസ് വേൾഡ്. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള തലശ്ശേരി ദം ബിരിയാണിയാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് തലശ്ശേരിയിലെ ദം ബിരിയാണി. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഇനി നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് 1 കിലോ ബീഫ്, ഉള്ളി, തക്കാളി, പച്ചമുളക് ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, വെളിച്ചെണ്ണ, കറിവേപ്പില, മല്ലിച്ചപ്പ്, ഗരം മസാല, ബീഫ് മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. ഞാനിത് ഉണ്ടാക്കുന്നത് അടുപ്പത്താണ്. അടുപ്പ് ആദ്യം കത്തിച്ചിട്ട് അതിലേക്ക് ഉരുളി വെക്കാം. ഉരുളി വെച്ചിട്ട് ഉരുളി ചൂടാൻ ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ അടുത്ത് ചക്കക്കുരു എല്ലാം ഉണ്ട്, അത് നിങ്ങൾ ആരും ശ്രദ്ധിക്കണ്ടേ. ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഉള്ളി ഇടാം. ഉള്ളി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുപ്പിച്ച് നമുക്ക് അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ടിട്ട് വെളുത്തുള്ളി ഇടുക. വെളുത്തുള്ളി ഇട്ടതിന് ശേഷം നമുക്ക് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നില്ല, എന്ന് വെച്ചാൽ ബീഫായതുകൊണ്ട്, ബീഫിന് വേവില്ലത് കൊണ്ട് നമുക്ക് അധികം ഉള്ളിയും തക്കാളിയൊന്നും വാടേണ്ട ആവശ്യമില്ല. ബീഫ് വേവുമ്പോഴത്തേക്ക് ഉള്ളിയും തക്കാളിയെല്ലാം വെന്ത് കിട്ടും. നമുക്കതിലേക്ക് ബീഫ് ഇട്ടിട്ട് ബാക്കിയുള്ള മസാലകളെല്ലാം ചേർക്കാം. അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ബീഫ് മസാല, മല്ലിച്ചപ്പ്, കറിവേപ്പില അതെല്ലാം ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുക്കണം. ആ മസാലകളെല്ലാം ബീഫിലേക്ക് വരണം. എന്നിട്ട് പുളിനാരങ്ങയും കൂടി നമുക്ക് അതിനകത്ത് പീന് കൊടുക്കണം. നല്ല ടേസ്റ്റാണ് പുളിനാരങ്ങ വീണാൽ. പുളിനാരങ്ങ പീനിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഫുൾ മിക്സ് ആയതിന് ശേഷം നമുക്ക് കുറച്ച് ഓയിലും കൂടി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് അടച്ചു വെക്കുക. നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ കുറച്ച് ആവശ്യത്തിന് നിങ്ങൾ വെള്ളം വെച്ചോ. ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, ഉള്ളിയും തക്കാളിയിൽ നിന്നെല്ലാം വെള്ളം വരും. അതുകൊണ്ട് ഇനി ബീഫ് പോകുമ്പോഴത്തേക്ക് നമുക്കെന്നാൽ ചോറ് വെച്ചിട്ട് വരാം. ചോറ് വെക്കാനും വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാൻ ശേഷം അതിലേക്ക് നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ചിട്ട് നെയ്യ് ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് ഉള്ളി ഇടുക. ഉള്ളി ഇട്ടിട്ട് അത് നല്ലോണം കാപ്പി കളറാവില്ല. ബിരിയാണിയുടെ മുകളിലേക്കുള്ള മൊഞ്ചാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിടുന്നത്. ഉള്ളീൻ്റെ ടേസ്റ്റ് ബിരിയാണിയിൽ വന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഏകദേശം കാപ്പി കളറാവുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പിടാം. മുന്തിരിയും കൂടി ഇട്ടിട്ട് നല്ലോണം പൊരിച്ചിട്ടെടുക്കുക. പൊരിച്ചിട്ട് നമുക്ക് എടുത്തിട്ട് അത് കോരിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് നെയ്ച്ചോറ് വെക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാൻ. ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തത്. വെള്ളം ചൂടാൻ ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പ്, ഏലക്കായ് അതൊക്കെ ഇട്ടിട്ട് നമുക്കത് അടച്ച് വെക്കാം. വെള്ളം പതക്കുന്നത് വരെ നമുക്ക് അടച്ച് വെക്കണം. വെള്ളം പതിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി വെച്ച അരി ഇട്ടിട്ട് നമുക്ക് നല്ലോണം അടച്ച് വെക്കുക. ഇപ്പോൾ ഇതാ നമ്മളുടെ നെയ്ച്ചോറ് റെഡിയായിരിക്കുന്നു. അധികം ഇളക്കി കൊടുക്കേണ്ട കേട്ടോ. നമ്മളെ ചോറ് കുരുകുരുവായി വന്നിട്ടുണ്ട്. അധികം ഇളക്കി കൊടുത്താൽ നമ്മളെ ചോറ് പൊട്ടിപ്പോവും. ഇനി നമുക്ക് നമ്മളെ മസാല എന്തായെന്ന് നോക്കിയിട്ട് വരാം. ഇതാ അടുപ്പിതാ ഇങ്ങനെ കത്തുന്നു. ഇനി അതിൻ്റെ മൂടി എടുത്തിട്ട് നമ്മളെ മസാല നോക്കുക. ഇപ്പോൾ കണ്ട കുറേ വെള്ളം വന്നിട്ട്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വെള്ളം അധികം ഒഴിച്ച് കൊടുക്കേണ്ട. തക്കാളിയിൽ നിന്നും ഉള്ളിയിൽ നിന്നും ബീഫിൽ നിന്നെല്ലാം നല്ലോണം വെള്ളം വരും. ഇനി ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ചും കൂടി മല്ലിച്ചപ്പിൻ്റെ ചോയ നല്ലൊരു ടേസ്റ്റ് കിട്ടും, നമുക്ക് നല്ല രുചി കിട്ടും. ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്ത് നിന്ന് മസാല കീച്ചിട്ട് ഇടാം. നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ള നമ്മൾ തലശ്ശേരി മസാല ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാനും വേണ്ടിയിട്ട് ആദ്യം അടിയിൽ കുറച്ച് നെയ്ച്ചോറിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ മസാല ഇടുന്നത്. ഞാൻ 2 ലെയറായിട്ട് ഇടുന്നത്. വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഇടാം.
അതിൻ്റെ മുകളിൽ കുറച്ച് മൊഞ്ചാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾ ഇളക്കിയ വെള്ളമാണ് വയ്ക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പൊരിച്ച് വെച്ച ആ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരി അതെല്ലാം ഇട്ട് കുറച്ച് മല്ലിച്ചപ്പും ഇട്ട് അതിൻ്റെ മുകളിൽ ടേസ്റ്റ് വരാനും വേണ്ടിയിട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് അടുപ്പത്ത് ദമ്മിടാൻ വെക്കുന്നുണ്ട്. ഒരു 20 മിനിറ്റ് ഞാൻ ദമ്മിന് വെക്കുന്നുണ്ട്. കൂടുതൽ ടൈം വെച്ചാൽ കൂടുതൽ ടേസ്റ്റാണ്. ഇതാ ഇപ്പോൾ നമ്മളെ തലശ്ശേരി ദം ബിരിയാണി റെഡി ആയിരിക്കുന്നത്. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റ്. അടുപ്പത്തുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അല്ലാതെ ഉണ്ടാക്കിയാൽ ബീഫ് ബിരിയാണി നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.